ഇവളും എനിക്ക് ഉറപ്പ് തന്നതാ, നിങ്ങളെ ഞാൻ നടത്തിക്കുന്നു പറഞ്ഞിട്ട്. എന്നെ എന്ന് പ്രണയിച്ച് തുടങ്ങി അന്ന് മുതൽ എനിക്ക് സപ്പോർട്ടായിട്ട് പറയുന്നത് ഇവളാ ഒരു വാക്ക, ആ ഒരു ഉറപ്പ് ഇപ്പോഴും എനിക്കുണ്ട്. ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന് കൊടുത്ത വാക്ക. അച്ഛൻ ഇങ്ങനെ ഞാനായിട്ടുണ്ടെങ്കിലും അച്ഛൻ എവിടെയും നാണം കെടേണ്ടി വരില്ല, അഭിമാനത്തോടെ തന്നെ നിൽക്കാം. ഈ നോർമൽ ആൾക്കാരെ പറ്റാത്തതും എനിക്ക് ചെയ്യണമെന്നൊരു വാശിയുണ്ട്. ഇങ്ങനെയുള്ളവ എങ്ങനെ സ്വിമ്മിങ് ചെയ്യുന്നു, അതാണ് എനിക്കും വേണ്ടത്. അതുകൊണ്ട് കൂടിയാണ് എന്നെ ഇപ്പൊ സർവീസിൽ വെക്കുന്നത്. അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാറ്. ഒരു അസാൾട്ട് ട്രെയിനിങ് ഉണ്ട്, അതിൽ കവർ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ഇതിൽ ഞാൻ കയറുമ്പോൾ കൂടെ കയറി തിരിഞ്ഞ് ഇറങ്ങുന്നതായിരുന്നു. അപ്പൊ ആ ഇറങ്ങുന്നതിൽ പിടിച്ച കയറ് പൊട്ടിയിട്ട് ബാക്കടിച്ച് വീണത്. എനിക്ക് അപ്പം മുതൽ ബോധം പോയതായിരുന്നു. എൻ്റെ റൈഫിൾ ഉണ്ടായിരുന്നു, റൈഫിൾ ഇവിടെ ഹെഡ് ഇഞ്ചുറിയും വന്ന് അങ്ങനെ ബാക്കിൽ എല്ല് പൊട്ടിയിട്ടാണ് സ്പൈൻ ഇഞ്ചുറി ആയി. ആ ടൈമിലൊന്നും എനിക്ക് വീൽ ചെയറിൽ, ഞാൻ ഇപ്പോൾ അവിടെ ഇരിക്കുന്നില്ല, ഇതേപോലെ ഒന്നും എനിക്ക് ഇരിക്കാനേ പറ്റൂല. ഞാൻ ഇപ്പോൾ ആർമി പോയില്ലെങ്കിലും എനിക്കിത് പറ്റേണ്ടത് ഇപ്പോൾ എവിടെ നിന്നായാലും പറ്റും. എനിക്കൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ആർമി, അവർ എന്നെ നോക്കുന്നുണ്ട്. വേറെ എവിടെയെങ്കിലാണ് ഞാൻ ഇപ്പോൾ ജോബെങ്കിൽ തിരിഞ്ഞു നോക്കുമോ? ഇല്ല, ഞാൻ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ നോക്കേണ്ടി വരും. പക്ഷെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് മോട്ടിവേഷൻ മാത്രമായാൽ പോരാ, പക്ഷെ ഞങ്ങളെ പോലെ ഉള്ളവരെ ജനങ്ങളും സമൂഹത്തിൽ കൂടെ കൂട്ടണം. ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ബസ്സിലാണെങ്കിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, വീൽ ചെയറിൽ കയറാൻ പറ്റൂല. അതിനായിട്ടുള്ള ഒരു സൗകര്യം ശരിക്കും ഒരു അവകാശമാണ് നമ്മുടെ. ഞങ്ങളും വോട്ട് ചെയ്യുന്നത് അവകാശം. ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നല്ല. വികസനം ഇപ്പോൾ ഒത്തിരി വരുന്നുണ്ട്, ഞങ്ങളെപ്പോലെ ഉള്ളവർക്കും കൂടെ പറ്റുന്ന വികസനം വരണം. അഖിൽമാരാണെന്ന് പറഞ്ഞ ജനകീയ കോടതിയൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കര ഇൻസ്പയർ ആയി, അങ്ങനെ ഭയങ്കര ഫാനായി. വെട്ടി തുറന്നു പറയും പച്ചയ്ക്ക്, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാന്ന് വെച്ചാൽ. അപ്പൊ ഞങ്ങളൊരു കാര്യം, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതല്ലേ, ഒരു പട്ടാളക്കാരന് വേണ്ടിയിട്ട് സംസാരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മെസ്സേജ് അയച്ചാ, പക്ഷെ കണ്ടില്ല. പക്ഷെ എനിക്കിപ്പോൾ ഒരു അവസരം കിട്ടി, അങ്ങനെയെങ്കിലും ഗവൺമെന്റിന്റെ അടുത്ത് എത്തില്ല. കണ്ടിട്ടും എനിക്ക് റിപ്ലൈ തരാഞ്ഞതല്ല, മെസ്സേജ് കണ്ടിട്ടുണ്ടാവില്ല, ഒത്തിരി മെസ്സേജ് കാണാൻ വഴി ഉണ്ടായാലേ. എൻ്റെ ഒരു വലിയ ഫാനാണ്, എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. സംസാരമല്ലേ എനിക്ക് പ്രചോദനമാവാൻ, കാരണം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്.